ശനിയാഴ്ചയായിട്ട് വെറുതെ ഒരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം നല്ല കപ്പയും തേങ്ങ അരച്ച മീൻകറിയും കഴിക്കാനായിട്ട് ഒരു ആഗ്രഹം. എന്തായാലും ഫ്രിഡ്ജിൽ കപ്പ ഇരിപ്പുണ്ട്, മീനും ഇരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. 2-3 വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൽ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. മുളകിട്ട മീൻകറി ഞാൻ ഉണ്ടാക്കാറുണ്ട്, അത് ഫ്ലോപ്പ് ആകാതെ എനിക്ക് കിട്ടാറുമുണ്ട്. പക്ഷേ ഈ തേങ്ങ അരച്ച മീൻകറി ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. ആദ്യം പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉലുവയിട്ട് പൊട്ടിച്ചു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ ഞാൻ പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ മീനിട്ട് കൊടുത്തു. അതിനുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ എടുത്തു, കുറച്ച് ഉള്ളി എടുത്തു, കുറച്ച് വെളുത്തുള്ളി എടുത്തു. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അത് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തു. പിന്നെ മീൻ ഒരു 10 മിനിറ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഈ അരപ്പ് അങ്ങോട്ട് ചേർത്തു. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകൂടി മൂടി വെച്ച് വേവിക്കാനായിട്ട് വെച്ചു. സമയത്ത് ഞാൻ കപ്പയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി കപ്പ വേവിക്കാനായിട്ട് വേറൊരു അടുപ്പിലേക്ക് വെച്ചു. അപ്പോഴത്തേക്കും ഇടയ്ക്ക് ഞാൻ ഈ മീൻകറി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കപ്പയും മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ അത്ര ഫ്ലോപ്പൊന്നും ആയില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ഇത്തവണ മലയാളിക്കടയിൽ നിന്ന് കിട്ടിയ കപ്പ നല്ല കപ്പയായിരുന്നു കേട്ടോ. നോർമലി നമുക്ക് കയ്പുള്ള കപ്പ കിട്ടാറുണ്ട്. ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല കപ്പയും നല്ലതായിരുന്നു, മീനും നല്ലതായിരുന്നു. വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ചതുകൊണ്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. നടന്ന് ടൗൺ സെൻറ്ററിൽ ചെന്ന് വെറുതെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെയും നടന്നു. നേരത്തെ ജിമ്മിലൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ജിമ്മിൽ പോകാൻ ടൈമില്ലാത്തതുകൊണ്ട് പോകാറില്ല. അതുകൊണ്ട് വല്ലപ്പോഴെങ്കിലും ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. പോയി 1 മണിക്കൂറായി, 1.5 മണിക്കൂറായി. അങ്ങനെ അവസാനം 2 മണിക്കൂറത്തെ നടത്തം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു, കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങിയായിരുന്നു. പിന്നെ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, ആ പാർക്കിലും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരെ പോയത്. ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു പാർക്കിലേക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടെ വെച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കണ്ടു. ഇതൊരു പസിൽ പോലെയാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് കയറും, അങ്ങനെ നമ്മൾ കറങ്ങി സെൻറ്ററിലെത്തും. അത് പണ്ടത്തെ എന്തോ ഒരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മണിക്കൂർ നീണ്ട നടത്തമൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക്.